ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ഡങ്കൻ പാൻഡ. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന പലരും ഈ വീഡിയോ കാണും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടപഴകിയിട്ടുള്ള അല്ലെങ്കിൽ സഹകരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യമൊക്കെ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി അവരുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും. ഇപ്പൊ ടോക്സിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ടോക്സിക് പാരന്റിങ് അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ടോക്സിസിറ്റി അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇൻലോസിന്റെ ടോക്സിസിറ്റി അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ടും ഇപ്പം തന്നെ കേട്ടിട്ടില്ലേ, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നു, പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര, അവിടെയുള്ള ആൾക്കാരെ ഹസ്ബൻഡ് ഉൾപ്പെടെ എല്ലാവരും ടോക്സിക് ആണെങ്കിൽ മാക്സിമം എന്താ ആ കുട്ടി ചെയ്യുക? പിടിച്ചു നിൽക്കും. എന്നിട്ട് അവസാനം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഉപരി എന്ത് ചെയ്യും? എല്ലാം ഇട്ടെറിഞ്ഞ് സ്വന്തം കാര്യം നോക്കി പോവും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ അവരുടെ സ്വന്തം ചോയ്സ് ആണ്. ഒരു മനുഷ്യനും ആർക്കും ഗ്രാൻഡഡ് അല്ല, അത് മനസ്സിലാക്കണം. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. ആർക്കും ആരുടെയും ജീവിതം തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് തൻ്റെതായ അഭിപ്രായങ്ങളും തൻ്റെതായ കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് നമ്മളായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരാൾക്ക് ആ ഒരു ടോക്സിക് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല, അയാള് അവസാനം സഹിയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ വരുമ്പോൾ ഈ ഇറങ്ങിപ്പോയ ആള് മാത്രം എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്? എനിക്ക് അതിൽ യോജിപ്പില്ല. കാരണം ഇറങ്ങി പോവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആൾക്കാർ അപ്പം അവിടെ തെറ്റുകാരല്ലേ? പിന്നെ ഒരു കാര്യം, ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവര് ചെയ്യുന്നതും കാണിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ഒന്നും ടോക്സിക് ആയിട്ടുള്ള രീതിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതിനിപ്പം എന്ത് ചെയ്തിട്ടും മാറാൻ പോകുന്നില്ല. അപ്പം നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക. അതിലിപ്പോൾ എനിക്കൊരു തെറ്റും പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴ്. ഒരാൾക്ക് ഒരാളുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴി നോക്കാം. ഓക്കെ, അപ്പൊ അതിലൊരിക്കലും ആരെയും തെറ്റ് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാണ് വലുത്. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ലൈഫിലും ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല. ഓരോ ആൾക്കാരും നമ്മുടെ ലൈഫിൽ വരുന്നത് നമുക്ക് ഒരു ലെസൺ തരാൻ അല്ലെങ്കിൽ ഒരു നല്ല മെമ്മറി തരാൻ. ഓക്കെ, അപ്പം ഈ വന്ന ആൾക്കാർ എനിക്ക് നല്ല മെമ്മറീസും തന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിലും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം മുന്നേയൊക്കെ ആണെങ്കിൽ നമ്മള് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. അതിനുള്ള മെച്യൂരിറ്റി എനിക്ക് അന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവരെയൊക്കെ എങ്ങനെ നിർത്തണം, എത്ര ഗ്യാപ്പ് ഇട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ എങ്ങനെ നിർത്തണം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു മെച്യൂരിറ്റി ഇല്ലാത്ത ടൈം ഉണ്ടല്ലോ, നമ്മള് ഒരു 18-19 വയസ്സ് ആ ഒരു ഏജിൽ നമ്മൾ ജീവിച്ച് ഓരോ സാഹചര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ മെച്ചേർഡ് ആവുന്നത്. അല്ലാതെ ഒരാൾക്കൊരു 30 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്ക് ഒരു മെച്യൂരിറ്റി ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ ആ പ്രായത്തിന്റെ മെച്യൂരിറ്റി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫിൽ അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ആ റേഞ്ച് അനുസരിച്ചിരിക്കും അവരുടെ മെച്യൂരിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ ഇതുപോലെ അന്ന് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ കഴിവിന്റെ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കി, അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കി. പക്ഷേങ്കിൽ എല്ലാ മനുഷ്യർക്കും ഈ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ഇല്ലേ? എല്ലാ മനുഷ്യർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് അത് നമുക്ക് പോലും ചില സമയത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കും എൻ്റെ ആ ലിമിറ്റ് ക്രോസ് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് ഞാൻ പിന്നെ
ഞാൻ ആ സാഹചര്യമായിട്ട് ഒത്തുപോകാൻ എനിക്ക് പറ്റാതെയായി. ഞാൻ അവിടം വിട്ടു. അതിപ്പം ഫ്രണ്ട്ഷിപ്പിലായാൽ പോലും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായാലും വന്നിട്ടുണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നടന്നത് നടന്നു. അതിപ്പം മനുഷ്യരാണ്, തെറ്റ് പറ്റും. ആരും പെർഫെക്റ്റ് അല്ല. ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന ഞാനും പെർഫെക്റ്റ് അല്ല. അപ്പം ഒരു തെറ്റ് പറ്റിയെന്ന് ഓർത്ത് നമുക്ക് ആ ഒരു കണ്ണിലൂടെ ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പക്വത വരും. അതുപോലെ നമ്മുടെ തെറ്റുകൾ തിരുത്തി ജീവിക്കാനേ നോക്കൂ എല്ലാ മനുഷ്യരും. പിന്നെ ചില ആൾക്കാരുണ്ട് എന്നും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും കാണാതെ പോകുന്ന ആൾക്കാർ. അവരുടെ അടുത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്, ഞാൻ എന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, എനിക്കിപ്പോ ഒരാളുടെ അടുത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറഞ്ഞു തീർക്കും. പിന്നെയും ആ തീരാത്ത പ്രശ്നമാണെങ്കിൽ അത് അവിടെ അങ്ങ് വിട്ടേക്കും. പിന്നെ അയാളിപ്പോ വർഷങ്ങൾക്ക് ശേഷം അയാളെ കാണുകയാണെങ്കിൽ ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചായിരിക്കത്തില്ല അവിടുത്തെ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും നമ്മുടെ ലൈഫിൽ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള ചില വ്യക്തികൾ കാരണം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ട്രോമ കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ഒരു ട്രോമ കിട്ടിയതിന് ശേഷം ഒരു 2 വർഷം, 2 വർഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല. എല്ലാവരുടെയും നമ്പർ, ഈവൻ ടെൻത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ നമ്പർ വരെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഒരാളാണ്. ആ ഒരു 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ്, വീട്ടിൽ തന്നെയാണ്. അപ്പം എനിക്ക് ആകെ കോണ്ടാക്ട് ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും, പിന്നെന്താണ്, വീട്ടിലൊരു പൂച്ചയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഒരു ഫ്രണ്ട്സുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ആ ഒരു രീതിക്ക് അത്രയ്ക്കും എന്നെ ആ ഒരു ട്രോമ എന്നെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ആ 2 വർഷം അതിനുശേഷം ഞാൻ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്തു. ഞാനിങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും വാട്സപ്പിൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ട്രോമ കിട്ടി. അതിനുശേഷം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ടായി. ഒരു ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് വെക്കാതായി. അതിനുശേഷം പിന്നെന്താണ്, 2 വർഷം എനിക്ക് അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ചെയ്തു തുടങ്ങിയത്. കാരണം എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. അപ്പം അങ്ങനെയാണ് ഞാൻ ടിക്ടോക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്ക് നിർത്തി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയി. ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഇട്ടു തുടങ്ങി. അപ്പം മുതലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെയാണ് കല്യാണം ആയത്. കല്യാണം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ, അതൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം, പുള്ളിനെ ആദ്യം ഞാൻ പരിചയപ്പെട്ട ദിവസം പുള്ളിയുടെ ക്യാരക്ടർ എന്താണോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അന്ന് പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നോ, അത് തന്നെയാണ് ഇപ്പോഴും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷം ആവാൻ പോകുന്നു. ഇപ്പോഴും പുള്ളിയുടെ ക്യാരക്ടർ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക്. ഈ പുള്ളി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഹാപ്പി ആയി തുടങ്ങിയത്. പിന്നെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു. എന്താണ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് വളരെ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബെല്ലാം വീഡിയോസ് ഒക്കെ ഇടും, അതും ഓക്കെ. പക്ഷെ എങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ചെറിയ സർക്കിൾ ഉള്ള ഒരാളാണ് ഞാനിപ്പം. എനിക്ക് ഫ്രണ്ട് എന്ന് പറയാൻ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ. അപ്പം KG ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച അരുണ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് ഒരാളുള്ളത്. അപ്പം പുള്ളിക്കാരത്തിന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ചില ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളിപ്പോൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരുന്നാലേ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പം ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ സംസാരിക്കാതിരുന്നിട്ട് വീണ്ടും നമ്മളിപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് ഇട്ടാൽ പിന്നെ അതൊക്കെ ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ പുള്ളിക്കാരി അങ്ങനെയല്ല. നമ്മൾ ലാസ്റ്റ് എന്താണോ സംസാരിച്ചത്, പിന്നെ ചിലപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന 3-4 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തി വീണ്ടും സംസാരിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ആ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച. എൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എനിക്കൊരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിന് സോറി പറഞ്ഞിട്ടുമുണ്ട് പല ആൾക്കാരോടും. അല്ലെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി സോറി പറഞ്ഞിട്ടോ ഇനി എന്തൊക്കെ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ ആ കാര്യം ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതൊരിക്കലും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു
കാര്യമാണ്. പിന്നെ അതിന്റെ പിറകെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ എന്റെ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കൊരു സമാധാനം, അത്രയും ഞാനിപ്പം ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എനിക്കൊന്നും പറയാനില്ല ഇനി. കാരണം എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതൊന്നും ക്ലിയർ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. ഇനി ക്ലിയർ ആവുന്നെങ്കിലും ഓക്കെ, അവരുടെ നല്ല മനസ്സ്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ ഇതുപോലെ എനിക്ക് ഇങ്ങനെ ട്രോമാസ് തന്ന ആൾക്കാരോടാണ് എനിക്ക് ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല. കാരണം നിങ്ങൾ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിച്ചത്. നിങ്ങൾക്ക് എന്നെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാനുമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ആരുടെയും ലൈഫിൽ ഇടപെടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാനോ ഞാൻ വന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെ പോയാലും ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ട് കണ്ടുമുട്ടേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. സോ അങ്ങനെ ഒരു ട്വിസ്റ്റിന്റെ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ആകെ ഒരു ലൈഫേ ഉള്ളൂ. അതിപ്പോ എനിക്കായാലും ആർക്കായാലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മള് ഇപ്പോ പണ്ട് എൻ്റെ അടുത്ത് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അയാളെ ഇഷ്ടമല്ല, അങ്ങനെ അയാളുടെ ആ ഒരു വെറുപ്പ് കാണിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. സാഹചര്യത്തിനൊത്ത് നമ്മൾ മാറും. ഇപ്പോ എന്നും നമുക്ക് ഒരാളുടെ അടുത്തുള്ള ഒരു മെന്റാലിറ്റി ഒരുപോലെ ഇരിക്കണം എന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അയാളുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും പിന്നെ ആകുമ്പോഴത്തേക്ക് ഒന്നും അല്ല. കാരണം ജീവിതത്തിൽ ഇതിലും വലുത് എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ കിടക്കുന്നു. വീണ്ടും നമ്മളെ ചുറ്റുമുള്ളവർക്കും അയാൾക്കൊരു ദേഷ്യം ഉണ്ടായി കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കേണ്ട ആവശ്യം എന്താണ്? ഇത്രയും നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഞാനൊരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു ആൾക്കാരുടെ ആ ഒരു കൂട്ടുകെട്ടെന്ന് ഞാൻ ബൈ പറഞ്ഞ് ഇറങ്ങി. സോ അതിനിപ്പോ ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളാണ്. എന്റെ സാഹചര്യം ഇപ്പൊ എനിക്കേ അറിയാവൂ, അതുപോലെ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കേ അറിയാവൂ. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ.